നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് KCBCയുടെ പ്രതികരണം എന്ന് ഒന്ന് തേടാം. ശ്രീ പ്രസാദ് കുരുവിള, KCBCയുടെ മദ്യവിരുദ്ധ സമിതി അംഗമാണ്. ശ്രീ പ്രസാദ് കുരുവിള, എന്തുകൊണ്ടാണ് KCBC ഇതിനെ ദുഷ്ടലാക്കോടുകൂടി ഇന്നത്തെ തീരുമാനത്തെ കാണുന്നത്? ഇത് ഇല്ലാത്തൊരു തീരുമാനമല്ല. ഇതിപ്പം അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. LDF കൂടിയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന്. പക്ഷെ LDFന്റെ കൺവീനർ ശ്രീ TP രാമകൃഷ്ണനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ ചാനലുകൾക്ക് കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നത്, ഞാൻ രാവിലെ പത്രവാർത്തകൾ കണ്ട, ചാനൽ വാർത്ത കണ്ട അറിയുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രഖ്യാപിക്കാനിരിക്കെ ഇത്തരത്തില് ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇങ്ങനൊരു സമയമാറ്റം വരുത്തേണ്ട പ്രാധാന്യം എന്തായിരുന്നു എന്നാണ് ഈ സർക്കാരിന്റെ പറയുവാനുള്ളത്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്, വളരെ ഒരു സങ്കടകരമായ, പൊതു സമൂഹത്തെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഒരു മുന്നണിയിലോ ഒരു മന്ത്രിസഭയിലോ ആലോചിക്കാതെ, ഒരു കൂട്ടുത്തരവാദിത്വമില്ലാതെ ഒരു നയം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനൊരു നയം വന്നാൽ കേരള സമൂഹം അത് ശക്തമായിട്ട് എതിർക്കും, സംഘടനാ സംവിധാനങ്ങളെല്ലാം എതിർക്കും എന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിട്ടും ഒരൊറ്റ രാത്രി കൊണ്ടോ 1-2 ദിവസങ്ങൾ കൊണ്ടോ ഒരു നയം പ്രഖ്യാപിക്കുക, ഇത് എത്രമാത്രം നമ്മൾ മനസ്സിലാക്കാൻ, മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് സംസാരിച്ചവരൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അക്രമങ്ങൾ എത്രമാത്രം പെരുകുന്നു. പ്രസാദ് കുരുവിള, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ സംഘടന ക്രൈസ്തവ സഭകൾക്ക് ആജ്ഞാശേഷിയുണ്ട്, പൊളിറ്റിക്കലി സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന സംഘടനയാണ്. ഇത്ര വർഷമായി 9ാമത്തെ വർഷം ഈ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ആജ്ഞാശേഷിയോ പവറോ അവിടെ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഇക്കാര്യത്തിൽ? അല്ല, ഓരോ നയവും ജനവിരുദ്ധമായ നയം രൂപീകരിക്കുമ്പോൾ എത്ര തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരു തവണ ഈ KSRTC ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മദ്യശാല വരുന്നുവെന്ന് അറിഞ്ഞ് അത് പ്രതികരിച്ചപ്പോൾ അത് മാറി. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ മദ്യത്തിന് പുതിയ ബ്രാൻഡിക്ക് പേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് പെൻഡിങ്ങിലായി. അതുപോലെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞാൻ സംശയിക്കുകയാണ്, സഭകളുടെ ആത്മാർത്ഥതയെ സംശയിക്കുകയാണ്. കാരണം നിങ്ങളൊരു ഇടയലേഖനം, പേരിന് വേണ്ടി ഒരു ഇടയലേഖനം അങ്ങ് വായിക്കും ഞായറാഴ്ചകളിൽ. എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങി ഇന്നിതാ ഇത്രയും വലിയൊരു സംഭവം നടക്കുകയാണ്, നാടിനെ കുടിപ്പിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ഒരു വിവേചനം ഉണ്ടാകുന്ന എന്താണ്, ഈ ബിവറേജുകളുടെ സമയം 9 മണി വരെ, പിന്നീട് ബാറുകളുടെ സമയം ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരു സംവാദം നടത്തിയപ്പോൾ താങ്കൾ കേട്ട് കാണും, അതിലെ ഈ അസമത്വ ഒരു ഡിസ്ക്രിമിനേഷൻ കാണുമല്ലോ ഇക്കാര്യത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആത്മാർത്ഥതയുടെ ഒരു പ്രക്ഷോഭം നയിച്ചതായി KCBC ഇന്നേ വരെ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് ഇതുവരെയെങ്കിലും ഒരു പരസ്യ പ്രക്ഷോഭത്തിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല? അല്ല, ഒരു കാര്യം നിങ്ങളോട് മനസ്സിലാക്കണം, മറ്റ് സംഘടനാ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോലെ കത്തോലിക്ക സഭ പ്രക്ഷോഭമായിട്ടൊന്നും ഇറങ്ങുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അതുപോലെയുള്ള പ്രക്ഷോഭത്തിൽ കൂടി നടപ്പിൽ വരുത്തേണ്ട. അപ്പൊ ഈ പറച്ചില് വേറെയും അല്ല, പറച്ചില് വേറെ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വാചകം ഞാൻ ഇന്നത്തെ പ്രസ് റിലീസിൽ നോക്കിയാണ്. മനുഷ്യനെ കാർന്നു തിന്ന, മനുഷ്യത്തെ മുഴുവൻ മുച്ചോട് മുടിക്കുന്ന രീതിയിലേക്കാണ് നയമെന്ന് പോകുമ്പോൾ മനുഷ്യരാശി നശിക്കുന്നതായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ആ മനുഷ്യരാശി നശിക്കുന്നതാണോ, ഒരു പ്രക്ഷോഭമാണോ വലുത്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ വിശ്വാസികളിടയിൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോധ്യപ്പെട്ടോ? ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ ഇടയലേഖനം വായിച്ചുകൊണ്ടിരിക്കില്ല, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? 1000-ലധികം ബാറുകൾ ഇവിടെ വരികയാണ്. അല്ല, ഇത് 1000-ലധികം ബിവറേജും ബാറുകൾ നോക്കുമ്പോൾ 1000-ലധികം. അല്ലെങ്കിൽ ആരാണത് നടപടിയെടുക്കേണ്ടത്? ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലെ നടപടിയെടുക്കേണ്ടത്. അവരുടെ ഭാഗത്ത് ആരുടെ പ്രശ്നമാണ്? നമ്മൾ സമ്മർദ്ദം ചെലുത്താവുന്ന കേന്ദ്രങ്ങളിലെല്ലാം ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അത് പ്രത്യക്ഷമായിട്ട് നമ്മുടെ സമരമാർഗത്തിലേക്ക് പ്രക്ഷോഭങ്ങളുമായിട്ട് വഴിയിലിറങ്ങുന്നില്ല, വഴി തടസ്സം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് സ്കൂളുകള്, കോളേജുകള്, കുടുംബ കൂട്ടായ്മകള്, PTA പ്രസിഡന്റുമാർ സമ്മേളനങ്ങൾ, അതുപോലെ അനവധി സമ്മേളനം നമ്മളിപ്പം ഇറങ്ങുകയാണ്. ഡോർ ടു ഡോർ ഭവന സന്ദർശനമായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് KCBC മധ്യസ്ഥ.